ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സ്റ്റോപ്പ് ലോസ്. ഇറ്റ്സ് മീ അൻസാർ. ഇതുപോലത്തെ സ്പ്ലിറ്റ് എ സി നമ്മൾ ഒട്ടുമിക്ക വീടുകളിലും കാണാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡക്റ്റഡ് സ്പ്ലിറ്റ് എ സിയെക്കുറിച്ചാണ് കാണിക്കുന്നത്. ഡക്റ്റഡ് സ്പ്ലിറ്റ് എ സിയിൽ ഇൻഡോർ എ സി യൂണിറ്റ് കൺസീൽഡ് ആയിട്ടാണ് ഉണ്ടാവുക. ഈ ഫോട്ടോസിൽ കാണുന്ന പോലെ ഗ്രില്ല് മാത്രമേ റൂമിൽ കാണുകയുള്ളൂ. നമ്മുടെ ബെഡ്റൂമിലും ലിവിംഗ് ഹാളിലൊക്കെ കിടു ലുക്കാവാൻ ഈ ഡക്റ്റ് സ്പ്ലിറ്റ് എ സി കാരണമാകും. ഇതിൻ്റെ വർക്ക് കാണാം. ഈ കാണുന്ന ഭാഗത്താണ് എ സിയുടെ ഇൻഡോർ മെഷീൻ വരിക. മാർക്ക് ചെയ്ത ഭാഗത്ത് ഡമ്മി ഗ്രിൽസും വരും. ഇതുപോലെ ഡമ്മി ഗ്രിൽസ് വെക്കാനുള്ള ഭാഗം ഇതുപോലെ കട്ടിങ് വേണമെന്ന് ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പുട്ടി വർക്ക് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യിപ്പിച്ചത്. അത് ഇരട്ടി പണിയായി ഞങ്ങൾക്ക്. കട്ട് ചെയ്തതിന് ശേഷം ആ ഭാഗം പ്ലാസ്റ്ററിങ് ചെയ്യിച്ചു. മെഷീൻ വരുന്ന ഭാഗത്ത് കറണ്ട് കണക്ഷന് ഇലക്ട്രിക്കൽ വയർ ഓൾറെഡി ചെയ്തു വെച്ചിരുന്നു. ഈ കാണുന്നതാണ് ഇൻഡോർ എ സി യൂണിറ്റ്. ഇതിൽ നിന്ന് വരുന്ന വെള്ളം ഡ്രെയിൻ ആവാൻ വേണ്ടി ഡ്രെയിൻ പൈപ്പ് പ്ലംബിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ കൺസീൽഡ് ആയിട്ട് ഇതുപോലെ കൊടുത്തിരുന്നു. ഇവിടെ നിങ്ങൾക്ക് 2 ലൈൻ കാണാം. ഒന്ന് ഡ്രെയിൻ ലൈനും മറ്റേത് കംപ്രസറിലേക്കുള്ള ലൈനുമാണ്. ബാത്റൂമിൽ ഈ കാണുന്ന പോലെ വലിയ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രീഷ്യൻ റിയാസ്ക സെൻട്രലിലുള്ള ലൈറ്റ് പോയിന്റ് കോർണറിലേക്ക് മാറ്റുന്ന തിരക്കിലാണ്. മെഷീൻ വെച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി അതിന് ബോക്സ് അടിക്കലാണ്. ഫ്യൂച്ചറിൽ മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ ആക്സസ് ഉണ്ടാകുന്ന തരത്തിലാണ് ബോക്സ് അടിപ്പിക്കേണ്ടത്. ഇവിടെ കാണാൻ പറ്റും, സെൻറ്ററിൽ എടുത്തു മാറ്റാൻ പറ്റുന്ന ഡോറാണ് ചെയ്തിട്ടുള്ളത്. ശേഷം വൈറ്റ് ഗ്രില്ല് വെക്കേണ്ട ഭാഗത്ത് ബ്ലാക്ക് പെയിൻ്റ് അടിക്കണം. ഇനിയിപ്പോൾ ബ്ലാക്ക് ഗ്രില്ലാണ് കൊടുക്കുന്നതെങ്കിൽ പെയിൻ്റ് അടിക്കേണ്ടതില്ല. ഇതാണ് ഗ്രില്ല്. ഇത് വൈറ്റാണ് ഞങ്ങൾ വെക്കുന്നത്. ഇതിൻ്റെ ബ്ലാക്കും അവൈലബിൾ ആണ്. ബ്ലാക്കും ബ്രൗണും അവൈലബിൾ ആണ്. ഗ്രില്ല് കൂടെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കാണാൻ. പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞുള്ള ഫൈനൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.